ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ നമ്മളെ ജബ്ബാർ ഉണ്ട്. ജബ്ബാർ കാലങ്ങൾക്ക് ശേഷം നമ്മളെ ഐ ആം റെഡി ഞാൻ റെഡി എന്ന ജബ്ബാറിനെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. നമുക്ക് ജബ്ബാറിനോട് ചോദിക്കാം കാര്യങ്ങള്. ജബ്ബാറെ, എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? പറയൂ. കാര്യങ്ങൾ എന്ത്, മഴ ഫുൾ ടൈം മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇതിലെ കാണാൻ വേണ്ടിട്ട് വരാൻ നോക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യാ, മഴയായിട്ട് ഏടി ഇറങ്ങാൻ പറ്റില്ല. ഇവന്റെ മെയിൻ സംഭവം എന്താ അറിയോ? വിളിച്ച ഫോൺ എടുക്കൂല. ഇവൻ മെയിൻ പരിപാടിയാണ് വിളിച്ചിട്ട് എവിടെയെങ്കിലും പോവാൻ വേണ്ടിയിരിക്കും വിളിക്കുന്നുണ്ടേ. വിളിക്ക ജബ്ബാറെ, എവിടെയല്ലടാ, ഞാൻ പെരക്കണ്ടാ, എവിടെയും പോവാ. ആ പോവാലാ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ ജബ്ബാറിനെ പറയുന്നറിയോ? അതാ ഞാനിങ്ങ് മെയിലെത്തിയട്ടാ, ഞാൻ ശ്രീകണ്ഠനല്ലേട്ടാ. അല്ല പോലെ നീ വിളിക്കുമ്പോ ഫുൾ ടൈം മഴയാണ്. ഞാൻ മഴ ഇല്ല ബൈക്ക് കൂടെ മഴക്കത്ത് എങ്ങനെ വരാന്? ഞാൻ വിളിച്ചത് മഴ തന്നെ വിളിച്ചത്. ആ വില ബായി എടുത്ത ബായി ഇത് തല എന്റെ മുഖത്ത് പോയിട്ട് പറയാൻ പറ്റുമോ? നീ ഇതൊന്നും കാണുന്നില്ല, വെള്ളം കയറി നോക്കിയാ മൊത്തം ചളി. അതല്ല നമ്മള് അപ്പൊ മഴ അല്ല, ഫോണ് കൈമലുണ്ടെങ്കിലും ഇന്ന് ആരും വിളിച്ച ഫോൺ കൊടുക്കൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ പറഞ്ഞ വാക്കിന് വില ഉണ്ടാവില്ല. ശരിയാ, എന്ത് അവരുടെ കാര്യല്ലേ പറഞ്ഞ കാര്യം. വിളിച്ചെടുക്കാനില്ലടാ, ഒന്നാമത് മഴയാത്. വിളിച്ചിട്ട് എനിക്ക് കാര്യം പറഞ്ഞ എടാ സംഭവം ഇങ്ങനെയാണ്, ഇത് നമുക്ക് എന്താ പറയാ, ഞാൻ വരട്ടെ റെഡി. വിളിച്ചിട്ട് ഫോൺ നോക്കുന്നതിന് മുമ്പിൽ ഞാൻ റെഡി എട്ടാ നമുക്ക് പോവാ. പിന്നെ ഞാൻ മാറ്റിക്കഴിഞ്ഞ അരമണിക്കൂർ വേണ്ടി വിളിക്കുമ്പോ എന്താ പറയുന്ന അറിയോ? എടാ ഞാൻ ഇങ്ങെത്തിയട്ടാ, ഓ ഞാൻ മറന്നു പോയടാ. ഒരു ദിവസം അഫ്സല് പോയി പറ്റിച്ച്. അഫ്സല് പറഞ്ഞാ ഞാൻ വരാം, ആ ശുഭന്റെ അടുത്ത് പോകാലോ. പിന്നെ അവൻ വിളിച്ചിട്ടെടുക്കില്ല. ഞാൻ പറഞ്ഞ ഹൈസ്കൂളിൽ എടുത്ത് ഞാൻ ഇട്ടോ, നീ അടുത്തേക്ക് പോവാ. അവസരം പ്രത്യേകിച്ചാൽ അവസരം ഞാൻ വിളിച്ചെടുക്കും. നീ വിളിച്ചെടുക്കും, പക്ഷെ നീ വിളിച്ച വരില്ല. അഫ്സല് അവസരം ഞാൻ അഫ്സല് വരില്ല. അഫ്സല് വേറും ചട്ടിയാണ് അഫ്സല്. എടാ അവസല് ഞാൻ എന്താ പറഞ്ഞറിയോ? അവസല് എന്ന് വെച്ചാല് വേറെ ആരും വിളിച്ചാലും എടുക്കും. അഫ്സല് ഫോൺ എടുക്കും, പക്ഷെ അവൻ വരില്ല. അഫ്സല് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു ചിലപ്പോ ആശുപത്രി കേസ് അങ്ങനത്തെ പറഞ്ഞു. അന്നോട് അന്നെന്ന് പറയാ അവിടെ ശുഭന്റെ അടുത്ത് പോവാ. ഞാൻ പറഞ്ഞോ ഞാൻ ഹൈസ്കൂളിൽ എടുത്തിട്ട് നീ ആട്ടിക്ക് പോവാ. മതില എത്ര സമയമാണ് കാത്തത്. അല്ല അവസലെ അവസലല്ല, ഞാൻ ലീവുള്ള ദിവസം എനിക്ക് അറിയാലോ. ലീവ് ഉണ്ടാവും, പണി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പോലും ഞാൻ വിളിച്ചാൽ വരും. കാരണം ഈ 86 കുട്ടാവിലേക്ക് അത്രയും ദൂരത്ത് വേണം നമുക്ക് കൂട്ടലുണ്ട്. ശരിയാ അഫ്സല് അഫ്സലൊക്കെ തരാനില്ല. അഫ്സലൊക്കെ തരാന്ന് പറഞ്ഞാ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ട് അതില് പാവലടാ. മൈക്ക് ഇങ്ങനെ പിടിക്കറാ. മൈക്ക് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ ഇവനുണ്ടാ. ഇതിപ്പോ ഒരാഴ്ച ഫുള്ള് ബിസിയാണല്ല. എന്താ പറയാനിലേക്ക് ഒരാഴ്ചത്തെ ബിസിനെ കുറിച്ച്? ഒരാഴ്ച ഫുൾ ടൈം ബസ്സിലാടാ, ഇറങ്ങാൻ പറ്റണ്ട. ഒന്നാമത് മഴ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഒന്നാമത്തെ കാര്യം വിളിച്ച ഫോൺ എടുക്കൂല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഞാൻ വിളിച്ചാല് ആദ്യം വിളിക്കുമ്പോ എന്താ പറയാ, ഫ്രീ ആന്ന് പറയാ. രണ്ടാമത്തെ സെയിം സിറ്റുവേഷനിലാണ്. രണ്ടാമത്തെ കാര്യം അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമ്പോൾ പറയും ഞാൻ ബസ്സിലല്ല കേട്ടാ പറയല്ലേ. ബസ്സില് സംഭവിച്ചാല് ചിലപ്പോ വിളിക്കും, എടാ ഉച്ചക്ക് ഒന്ന് ബസ് കയറാ. എടാ തമാശക്ക് വാടാ വിളിക്കുമല്ലോ. ഫസ്റ്റ് വിളിക്കുമ്പോ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കണ്ടേ. ഫസ്റ്റ് വിളിക്കുന്നതാണ് പ്രയോറിറ്റി കൊടുക്കണ്ടേ. ഇപ്പൊ നീ എനിക്കൊരു വാക്ക് തന്നു എടാ പോവാ, നീ രണ്ടാം വിളിക്ക് മോണ്ടൊക്കെയല്ല പോണ്ടേ. എന്താ പറയാ അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഓക്കെ കണ്ടാ അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? ലാസ്റ്റ് കാലങ്ങൾക്ക് ശേഷമാണ് ഇവനെ കണ്ടുമുട്ടിയത്. അത് സംഭവം കണ്ടിട്ട് വെച്ചാല് ഞാൻ വിളിച്ചിട്ട് പോയതല്ല. ഞാൻ പോകാൻ വേണ്ടി മറ്റേ ഡോൾഫിന് ബിരിയാണി അടിക്കുന്നു. ആര് വിളിച്ചിട്ടാണ് ആര് പറഞ്ഞു? എടാ നമ്മള് വിളിക്കാതെ കല്യാണം പോയ പരിപാടിയില്ല. നമ്മക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തന്നോണ്ട് നമ്മള് എന്ത് കല്യാണത്തിന് പോയി. ഇപ്പൊ മലപ്പട്ടം പോയിട്ട് അന്ന് വിളിക്കാത്ത ഓന്റെ പേരെന്താ? അന്ന് മലപ്പട്ടം അന്ന് വിളിക്കാതെ കല്യാണത്തിന് പോയ പറഞ്ഞ കല്യാണം മിഞ്ഞാന്ന് വരെ കുടിയേലിന് വരെ പോയിട്ട് ചൂടാവാൻ കാരണം അറിയോ? ഇവനും വേറെ മാത്രം അറിയുന്ന കാര്യം നമ്മളെങ്ങനെ അറിഞ്ഞോ എന്നുള്ളൊരു
ഇത് ഒരാളറിയില്ല പോലെ ഞാൻ വിളിക്കാത്ത അറിയില്ല. സോറി അപ്പൊ കുടിയിൽ പോയില്ല, കല്യാണത്തിന് പോയി. ഇല്ല പോയില്ല, അഫ്സല് പോയില്ല, ഞാൻ പോയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സുഹൈലിന്റെ അല്ല മറ്റേ ആരാണ് കല്യാണോ ഇവന്റെ ഏട്ടന്റെ അല്ലേ ചെങ്ങൈന്റെ ഷാനിന്റെ ഏട്ടനല്ലേ? ഷാനിന്റെ ഏട്ടന്റെ കല്യാണത്തിന് അഫ്സലിന്റെ കല്യാണം ഉണ്ടാ? ഷാനിന്റെ ഏട്ടന്റെ കല്യാണം അഫ്സലിന്റെ ഉണ്ടാ? പിന്നെ ഒലക്കില്ല ഷാനി നമ്മളെ ചങ്ങായി പറഞ്ഞടാ. ചെങ്ങായി പറഞ്ഞു, പക്ഷെ അഫ്സൽ വിളിച്ചില്ല. ഇങ്ങനെ അവസരം വിളിച്ചാൽ നീ പറഞ്ഞേക്കില്ലേ? അഫ്സൽ വിളിച്ചില്ല. ഒന്നാണ്ട് ഒറ്റ ചോദ്യം. അതായത് ഷാനിന്റെ വീട്ടിൽ ആടെ കല്യാണത്തിന് എന്താ ഫുഡ് എന്നാ? ഷാനിന്റെ ആടെ കല്യാണത്തിന് ഫുഡ് എന്നാ? സാധാരണ എല്ലാവരും ബിരിയാണി അല്ലേ? ബിരിയാണി അല്ലേ? സാമ്പാർ ചോറിനാ? ബിരിയാണി അല്ലേ? അപ്പൊ ബിരിയാണി നല്ല ആടെ പോയിട്ടുള്ള ബിരിയാണി മന്തി കഴിച്ചിട്ടാ വരുന്നത് അഫ്സല്. അവസരം കല്യാണത്തിൽ ചങ്ങായിന്റെ ഏട്ടന്റെ കല്യാണത്തിൽ പോയില്ല പറഞ്ഞത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവൻ പറഞ്ഞു ചിലപ്പോ നീ കളിയാക്കൂലേ? പോയില്ല. അതല്ല, ഇവൻ ആദ്യം എന്നോട് പറഞ്ഞറിയോ വിളിക്കാത്ത കല്യാണത്തിന് നമ്മളോ പോകൂലെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞറിയോ ആരും അറിയാണ്ട പോയിന്. ഞാൻ പോയില്ല. പിന്നെ ഇപ്പല്ലോ പറഞ്ഞ അറിയാണ്ട കല്യാണത്തിന് ഞാൻ തെളിവാണിക്ക് കല്യാണത്തിന് പോയ തെളിവ്. ഞാൻ ഇങ്ങനെ ഒരു സാമ്പിള് പറയുമ്പോ നീ ഇപ്പൊ എന്നോട് പറഞ്ഞേ ചോട് വർത്താനം പറയാൻ കഴിയില്ല. ഞാൻ നിർത്തി. നീ പിടിച്ചേ പോയെ. ഇതാണ് നമ്മളെ ജബ്ബാറിന്റെ അവസ്ഥ. ജബ്ബാർ നമുക്ക് പോണ്ടേ? ദിവസം പോണ്ടേ? ഏറ്റോട്ട് പോണ്ടേ? ആ ഇപ്പൊ ഓൻ പോവാന്ന് പറയാ. പിന്നെ ഇവന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഐ ആം റെഡി, ഞാൻ റെഡി എന്നാണ് എനിക്ക്. ഇങ്ങോട്ടേക്ക് ഇല്ല മഴയല്ലേ? പനിയാടോ? എന്നിട്ട് മഴ നോക്കിയാണ്. വണ്ടി ഉണ്ടോ? അതെ ആരാണ്ട്? ഇപ്പൊ നമ്മളെ ജബ്ബാറ് നമ്മളെ ഇപ്പൊ ഈ ജബ്ബാറിനെ ഇപ്പം യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. വിളിച്ചാല് അല്ല പെരക്കോയില് കാണാൻ പറ്റൂല. ഇപ്പൊ ഇങ്ങനെ എന്താണ് പെരിയക്കോ അല്ല ഹോട്ടലിൽ ബിരിയാണി കയറ്റുമ്പോ നമ്മള് യാദൃശ്ചികമായി കണ്ടാൽ മാത്രം കണ്ടു കിട്ടുന്ന ഒരു വ്യക്തിയാണ്. ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാലും എന്നാലും ഇല്ലല്ലേ. ഇവനെ ഈ മിന്നാന്നെ പറ്റിച്ച് മിന്നാന്നല്ല ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞടാ പെരക്കിരുന്നെങ്കിൽ പിരാന്താണ് നമുക്ക് വണ്ടി എടുത്തിറങ്ങി പോയാലോ എന്ന് പറയുമ്പോ നീ പറഞ്ഞേ അവിടെ എന്റെ പേര് ബൈക്ക് ഉണ്ട് കേട്ടാ, ബൈക്ക് ഉണ്ട് വരാന്ന് പറഞ്ഞേ. പിന്നെ നീ പോയെ? മഴ വന്നാ മഴ തമ്മിൽ വണ്ടി എടുത്തോ? ഇല്ല. വായി ഞാൻ കാര്യം പറ്റേ നമ്മളെന്ന് വെച്ചാല് വരാൻ കഴിയുന്ന പരിപാടിക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഹൗസിൽ വരാൻ കഴിയുന്ന പരിപാടിക്ക് മാത്രമേ കേൾക്കുള്ളൂ. അഫ്സലിന്റെ മുമ്പ് ഹൗസിനെ കുറിച്ച് നമുക്ക് പരാതിയില്ല. കാരണം എന്താ വെച്ചാല് ഓനിപ്പോ പണിക്ക് പോയാണ് ഫുള്ള് ബിസി. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചാല് അവിടെ വാടാ പറയുമ്പോ സമയം പറ ഉച്ചക്ക് 2 മണി മണി എത്തും കേട്ടോ. ഒരു 1/2 മണിക്കൂർ ലേറ്റായാലും കുഴപ്പമില്ല. അഫ്സല് തിരുവോണത്തിന് കാണിച്ചു കൊടുക്കുക. അല്ല ഫിഷിയക്കാർ കാണിട്ട അഫ്സലിന്റെ ബോധ അങ്ങനത്തെ ഒരു അവസരമാണ്. നേരെ കല്യാണം പോയല്ലേ? കല്യാണില്ല അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചു. എടാ എന്നോട് ആരോ പറഞ്ഞടാ ജബ്ബാറിനെ നോക്കണം, വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നത് പറഞ്ഞിട്ട് അവിടെ 2 ആളെ ഏൽപ്പിച്ചായിരുന്നു നോക്കാൻ വേണ്ടി. സംഭവം അറിയോ? ഇവര് ആരോടും മലപ്പുറത്ത് കല്യാണത്തിന് പോയിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് പെരക്കെന്ന് ഇറങ്ങി. മഷൂദിനോടാ വന്നു. മലപ്പുറത്ത് ആരോ കല്യാണം, ഷാനിയുടെ ഏട്ടന്റെ കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ മാടാ ഇവരെ തടഞ്ഞ് 2 ആൾക്കാർ കല്യാണത്തിന് വിളിക്കാണ്ട് പോകുന്ന ആള് ജബ്ബാറാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തടഞ്ഞതാ. എന്നിട്ട് ഈ പറഞ്ഞ ഓനോട് എന്താണ് പോയെന്ന് അറിയിക്കണല്ല. അതിന്റെ ഡോൾഫിൽ കയറി ബിരിയാണി വെച്ചത്. അല്ല ഒത്തിരി കാര്യം. അതായത് ഈ തടയാൻ നിന്നാള് അവരെ കല്യാണത്തിൽ വിളിച്ചില്ല. തടയാൻ നിന്നാള് അവരെ കല്യാണത്തിൽ നീ പോയി ചോദിക്കറ നീ അത് കാണിച്ചാൽ ആരാത്? ഇപ്പൊ നീ അവിടെ വന്ന് ഞാൻ കാണിച്ചത്. കാര്യം പറ്റേ ഇപ്പൊ എന്നെ ആ പേരും പറഞ്ഞ കൂട്ടി പോയിട്ട് ആദ്യം ബിരിയാണി അടിക്കാൻ പരിപാടിയല്ലേ? ഇല്ല, എന്റെ ഫുള്ളായി. ഇപ്പൊ കഴിച്ചിട്ട് ഫുള്ളായി. ബിരിയാണിന്റെ മണം കല്യാണത്തിന് പോയി അറിയിക്കാൻ വേണ്ടിയാണ് ഇവൻ ഡോൾഫിനിൽ പോയിട്ട് ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി അടിച്ചല്ലേ? ഇപ്പൊ തന്നെ സമ്മതിച്ചിട്ടുണ്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയില്ല. ഇപ്പൊ രണ്ടും പറയണ പറ ഇവനാരെന്താ പറഞ്ഞത്? ആരും അറിയാണ്ട് ഞാൻ പോയില്ല. ഇപ്പം ഞാൻ പോയില്ല. ഷാനിന്റെ കല്യാണത്തിന് ഞാൻ വന്നില്ലല്ലോ. ഈ ഷാനിന്റെ ഏട്ടന്റെ ഷാനിന്റെ 2-3 ആളും ഈ 3 മക്കളാണ്. ഷാനിയുടെ ഏട്ടൻ 2 ഏട്ടന്മാർ. 2 ഏട്ടന്മാർക്ക് ഷാനിക്ക് നീ പഠിച്ചിട്ടില്ലേ? ജബ്ബാർ ആക്കാളൂര്
അത് ഞാൻ മറന്നു കേട്ടോ പറയാന്. അതൊരു വലിയൊരു സംഭവം കേട്ടാ. 3 മക്കളേക്കും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് നമ്മളെ അൽ ജബ്ബാറുൽ ജബ്ബാറിയ ജബ്ബാർ. അതിനെ കുറിച്ച് എനിക്ക് പറയാനല്ലേ ആ മഹത്തായ കാര്യങ്ങള്. ഷാനി 2 ഏട്ടന്മാർക്ക് ഷാനിന്റെ ഒക്കെ പഠിക്കാൻ പറ്റിയല്ലേ ഒരു ഇത് പഠിച്ചിട്ടില്ല. കാളവല്ല ബായിരത്ത കള പറയല്ലട്ടാ. ഈ എത്ര തോറ്റി എടാ തോല് വിജയത്തിന്റെ ചവിട്ടടിയല്ലേ. വയസ്സായി അഫ്സലിന്റെ വയസ്സായത് മാത്രല്ല അഫ്സലിന്റെ നാട്ടിക്ക് വേണമെങ്കിൽ അഫ്സലിനെ ഞാനെങ്ങനെ പരിചയപ്പെട്ടു നിനക്കറിയാം? എങ്ങനെയാ ഞങ്ങൾക്കറിയില്ലല്ലോ. എങ്ങനെയാ എന്നോട് അഫ്സലിനെ പരിചയപ്പെട്ടത് അഫ്സലിന്റെ കാരണം വീഡിയോ പറയൂലേ നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയലേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പറ പറയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ എങ്ങനെ പറയാ? ജബ്ബാറേ ആ പറഞ്ഞിട്ട് പോ. ജബ്ബാറേ നീ ചെറിയ പിള്ളറപ്പടി ഇങ്ങനെ പണിയിട്ട് പറഞ്ഞു. അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ പറയാൻ പറ്റൂ. ഏത് എടാ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യമെല്ലാം പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാല് മറ്റുള്ളവരോട് അത് പറ. അയ്യോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അറിയാം. ആ വീഡിയോ ഒരു കുഴപ്പമില്ല. എടാ ഇവനിക്ക് ഭയങ്കര നാണാട്ടാ. എത്ര വയസ്സായി? എന്ത് പറയാൻ നല്ല ചെക്കനാട്ടാ. തമാശ കളിയാക്കുന്നുണ്ട് ജബ്ബാറേ. തമാശ കളിയാക്കുന്നുണ്ട്. ക്ലാസ് എല്ലാം ഉണ്ട്. ചായ ചായ വെക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ആക്കിയത്. നമ്മക്ക് ആക്കിയാലോ തുറന്നിട്ടില്ലല്ലോ. അപ്പൊ അതിനെ പോലത്തെ ആൾക്കാർ വരണം നല്ല തുറക്കാനോ. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം ഉണ്ട്. പ്ലേറ്റും ഗ്ലാസ് എല്ലാം ഉണ്ടോ? നമ്മള് ജബ്ബാർ ഇടക്കിടക്ക് എന്താണ് ഒരു ഇങ്ങോട്ട് നോക്കേ ഒരു വിഷയമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ ജബ്ബാർ. പറയട്ടെ. അപ്പൊ നമ്മള് ജബ്ബാറിനെ കളിയാക്കിയത് നല്ല തമാശ കേട്ടോ. എല്ലാ തമാശ രീതിയിലട്ടാ. എന്നോട് എന്തോ ദേഷ്യം പോലെ ലാസ്റ്റ് പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ. ഒരാൾ ലൈക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ ടാറ്റാ ബൈ ബൈ.